രാഹുൽ വധം കാണികൾ അറിയുവാൻ. കഴിഞ്ഞ 117 ദിവസമായി നമ്മളെല്ലാം രാഹുൽ വധത്തിന് സാക്ഷികളാണ്. ഇന്ന് അതിൻ്റെ ആ രാഹുൽ വധത്തിൻ്റെ പരമോന്നത കോടിയിലെത്തുന്ന ദിവസമാണ് ഇന്ന് രാവിലെ മുതൽ നടക്കാൻ പോകുന്ന ആ മാധ്യമ വിചാരണയുടെ ഒരു അവസാന ഘട്ടം കാണുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വെക്കേണ്ടുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഞാൻ നടത്തുന്നത്. ഇന്ന് രാഹുലിനെതിരെ കോടതി വിധി എതിരായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം. അപ്രകാരം ഒരു വിധി ഉണ്ടായാൽ അത് സമൂഹത്തിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അത് നൽകുന്ന സന്ദേശവും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആർക്കും, അതായത് ഇത്തരം ഒരു നാടകം ആസൂത്രണം ചെയ്തവർക്കും അത് നടത്തിയവർക്കും അതിൽ പങ്കാളികളായവർക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്കും ഇത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയാൽ, ഒരു സ്ത്രീയെ ഉപയോഗിച്ചാൽ ആർക്കും ആരെയും തകർക്കാം, നശിപ്പിക്കാം, ആർക്കെതിരെയും പരാതി കൊടുക്കാം. പ്രകാരം ഒരു വ്യാജ പരാതിയുമായി വന്നാൽ അവർക്ക് അതിജീവിത, പരാതിക്കാരി, ഈര എന്നൊക്കെയുള്ള പേരുകൾ ചേർത്ത് കൊടുത്ത് അവരുടെ ഐഡന്റിറ്റി പോലും ആരും അറിയാതെ അവരുടെ സകലതും സംരക്ഷിക്കപ്പെടും, ഉറപ്പാക്കപ്പെടും. എന്നാൽ യഥാർത്ഥ ഇരയുടെ അവസ്ഥ എന്താകും എന്ന് മാത്രം നമ്മളൊന്ന് ആലോചിക്കുക. വളരെ സംഘടിതമായുള്ള ഒരു ആക്രമണം. രാഹുലിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈ നിയമസഭയിൽ തന്നെ എത്ര പീഡകന്മാരും ബലാത്സംഗ വീരന്മാരും ആഭാസന്മാരും കേസിലെ പ്രതികളും എല്ലാം ഉണ്ട്. അവർക്കാർക്കും ഇപ്രകാരം ഒരു മാധ്യമ വിചാരണ എന്തുകൊണ്ട് നേരിടേണ്ടി വന്നില്ല? അവർക്കെതിരെ ഒന്നും ഇത്രയും സംഘടിത ആക്രമണങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ എന്ന ആ ചെറുപ്പക്കാരൻ, അവനെ ഭയപ്പെടുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലുള്ളവർ, അവന്റെ വളർച്ച ഭയപ്പെടുന്ന അവന്റെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ മാത്രമല്ല, ശത്രുക്കൾ, ഇടതുപക്ഷം, BJP, രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരും ഒരുപോലെ ഭയക്കുന്ന ഒരാളാണ് രാഹുൽ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാഹുലിന്റെ സ്വഭാവത്തിന് ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയോ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുകയോ അയാൾ പരിശുദ്ധനാണെന്ന് സ്ഥാപിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ തുടക്കം മുതൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, രാഹുലിനെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തിഹത്യ, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വ്യക്തിഹത്യ ചെയ്യുന്ന, അതിനെതിരെയാണ് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിനുവേണ്ടി തന്നെയാണ് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, ആർക്കും ആരെയും നശിപ്പിക്കാം. ഇനിയും ഒരു ഇത്തരത്തിലുള്ള പരാതികളുടെയും കള്ളക്കഥകളുടെയും എല്ലാം ഒരു ഘോഷയാത്ര ഉണ്ടാവും. കോടതി മുറികൾ വ്യാജ പരാതികൾ കൊണ്ടും കള്ളത്തരങ്ങൾ കൊണ്ടും നിറയും. ഈ ഒരു സംഘടിത ആക്രമണം വിജയിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി ചെയ്തവർക്ക് അത് നൽകുന്ന പ്രചോദനം ഒന്ന് ഓർത്തു നോക്കുക. 5 പൈസ മുടക്കില്ലാതെ, 5 പൈസ മുടക്കില്ല എന്ന് പറയുന്നില്ല, സോറി, ഇതിന് ആളെ ഇറക്കാനും ഇത് ആസൂത്രണം ചെയ്യാനും ഒക്കെ പണം ആവശ്യമാവാം. എന്നാലും ആ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന റിട്ടേൺ വളരെ വലുതാണ്. ഇപ്രകാരം ഒരെണ്ണം ഫ്രെയിം ചെയ്തിട്ട് കൊടുത്താൽ ആരും ആരോടും പറയണ്ട ഇത് ഏറ്റെടുക്കുവാൻ. ഇതെല്ലാവരും ഉത്സാഹത്തോടുകൂടി ഇത്തരം കേസുകൾ ഏറ്റെടുക്കും, ആഘോഷിക്കും. അതിൻ്റെ എൻഡ് റിസൾട്ട് ഇപ്പോൾ നോക്കുക. ഒരു പരാതി ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് ഒരു ആരുമായിക്കൊള്ളട്ടെ, ഒരു മാസങ്ങൾക്ക് ശേഷം ഇപ്രകാരം പരാതി കൊടുക്കുവാൻ ഇവിടെ ഒരു നിയമ സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കെ ഇതിനകത്തെ അസ്വാഭാവികതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒരു യഥാർത്ഥ ഇരയ്ക്ക് ഒരു ദുരനുഭവം ഉണ്ടായാൽ അവർക്ക് നീതി ലഭിക്കുവാൻ ഇവിടെ പോലീസ് സംവിധാനവും കോടതി സംവിധാനങ്ങളും എല്ലാം ഉണ്ടെന്നിരിക്കെ അതിനൊന്നും പോവാതെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച്
ഇതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. എന്തൊക്കെ അവസരങ്ങൾ, എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഞാൻ പറഞ്ഞു, രാഹുൽ എന്ന യുവ നേതാവിനെ ഭയപ്പെടുന്ന എല്ലാവരും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി. അവരെല്ലാം ഈ വിഷയത്തിൽ അവർക്ക് കഴിയാവുന്നത്ര രീതിയിൽ സഹായിച്ച് ഈ കേസിനെ ഇവിടെ വരെ എത്തുമ്പോൾ നമ്മൾ ഓർക്കുക, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് മാധ്യമ വിചാരണ. രാവിലെ മുതൽ നിങ്ങൾ ഇപ്പോൾ നോക്കുക, ഇന്നെന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇവന്മാർ നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഇന്നലെ ഒരു മണിക്കൂർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇത്രയും ശക്തമായി രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന എനിക്ക് പോലും സംശയമുണ്ടായി, ഒരു ആശയക്കുഴപ്പമുണ്ടായി. എടാ, ഇത്ര ഭീകരനാണോ ഇവൻ എന്ന തരത്തിൽ. കാരണം അത്തരത്തിലാണ് മത്സരിച്ച് ഇവന്മാർ ഓരോ കാര്യങ്ങളും സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഓർക്കുക, ഇപ്രകാരം ഒരു പരാതി വന്നു. ആ പരാതി വന്ന ശേഷം പോലീസിനത് കൃത്യമായി അന്വേഷിക്കുവാനുള്ള സമയമായിട്ടില്ല. അതുപോലെ തന്നെ കോടതിയിൽ അതെത്തുന്നു. ഇപ്പോൾ എന്തിനു വേണ്ടിയാണ്? അറസ്റ്റ് ചെയ്യരുത് തന്നെ, ഞാൻ എങ്ങും വിട്ടുപോയിട്ടില്ല, ഞാൻ ഈ രാജ്യത്ത് തന്നെയുണ്ട്, ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളുടെ മുന്നിൽ ഞാൻ ഏത് നിമിഷവും സറണ്ടർ ആവാം, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചു. അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു റിക്വസ്റ്റിന്മേലുള്ള ഒരു പരിശോധനയാണ്, ഒരു പ്രാഥമികമായ ഒരു പ്രിലിമിനറി അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു അവസാന വിധിയല്ല. അതിൻ്റെ പ്രാരംഭ ഘട്ടം പോലും ആയില്ല അന്വേഷണത്തിൻ്റെ. ഇതിനകത്തെ വസ്തുതകൾ അപഗ്രഥിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ പോലും ആയിട്ടില്ല. അങ്ങനെ ഇരിക്കെ കോടതിക്ക് അറസ്റ്റ് ചെയ്യണോ, ഒരു മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ ഈ വിഷയത്തിൽ എന്ന ഒരു വാദം മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഈ കേസിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസോ അതിൻ്റെ മെറിറ്റ്സ് അനലൈസ് ചെയ്യുകയോ അതിൻ്റെ തെളിവുകളും സാക്ഷികളെയും ഒക്കെ വിചാരണ ചെയ്ത് അത് കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് കോടതി എത്തുകയോ ചെയ്യുകയല്ല ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് പ്രാഥമികമായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ? ഒരു ജനപ്രതിനിധിയാണ്, ഇത്രയും നാൾ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു. 8 ദിവസം മുമ്പ് വരെ ഇയാൾ ഇവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എന്ത് ലക്ഷ്യം വെച്ചാണോ നമ്മൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നത്, ചാർജ് ചെയ്യുന്നത്, അവർ വിജയിക്കും. അതുണ്ടാവാൻ പാടില്ല. നിയമപരമായി തന്നെ ഇതിനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്രകാരം ചെയ്തേ പറ്റൂ. ഇതൊരു ഒളിച്ചോടലോ നാട് കടക്കലോ അല്ല. മാറി നിൽക്കുക, അറസ്റ്റിനൊരു അവസരം ഉണ്ടാകാതെ നോക്കുക, കോടതിയെ സമീപിക്കുക. അഭിഭാഷകൻ പറയുന്നു, നമ്മൾ രാജ്യമൊന്നും വിട്ടുപോയിട്ടില്ല, നിയമത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്, ഏത് നിമിഷവും കോടതിയുടെ മുന്നിൽ സറണ്ടർ ആവും, അന്വേഷണവുമായി സഹകരിക്കും. പക്ഷേ ഇതൊരു ദുരുദ്ദേശത്തോടുള്ള കള്ളക്കേസാണ്. ഇത് അറസ്റ്റിൻ്റെ ആവശ്യമില്ല, ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെ ആവശ്യമുള്ള കേസല്ല ഇത് എന്ന് കോടതിയെ ബോധിപ്പിക്കുമ്പോൾ കോടതി ബെയിൽ ഗ്രാൻറ്റ് ചെയ്യും. ആ കേസ് പിന്നെ അതിൻ്റേതായ രീതിയിൽ വിചാരണകൾ നടത്തി അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും പരിശോധിച്ച് ഒരു വിധി പ്രസ്താവം ഉണ്ടാവും. അതാണ് നമ്മുടെ നാട്ടിലെ നിയമപരമായ രീതി. ആ മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നടക്കാൻ പോകുക എന്ന് പറയുന്നത് ഈ കേസിൻ്റെ ഒരു അന്തിമ വിധിയും ഒരു അന്തിമ വിധി പ്രസ്താവവും എന്ന തരത്തിലാണ് ഇവിടെയുള്ള മാധ്യമങ്ങളും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ വിധി എന്ത് തന്നെയായാലും രാഹുലിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ മെറിറ്റിനെ അത് ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഒന്നുമല്ല, പ്രാഥമികമായി ഇയാളെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം, അതിന്മേലുള്ള ഒരു വാദമാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ ഇരുപക്ഷവും അവരുടെ തെളിവുകൾ ഹാജരാക്കി വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു. കോടതി കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി പ്രോസിക്യൂഷനോട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അത് ഹാജരാക്കാൻ സാധിക്കുമെങ്കിൽ അവരിന്ന് ഹാജരാക്കും. അതല്ലെങ്കിൽ അതിന്മേലുള്ള തുടർവാദം ഇന്ന് നടക്കും. അതിനുശേഷം ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിധി പ്രസ്താവം ഇന്നും ഉണ്ടാകും. അതെന്ത് തന്നെയാണേലും അത് ഈ കേസുമായി ബന്ധപ്പെട്ട് അത് വലിയ സുപ്രധാനമായ ഒരു കാര്യമല്ല. കാരണം
അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന വിഷയത്തിന്മേലുള്ളതാണ്. അതിന് ഈ കേസിൻ്റെ മെറിറ്റുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്നത് അതിന്മേൽ രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടു, അതുകൊണ്ട് ജാമ്യം നൽകിയില്ല എന്ന തരത്തിൽ ഇൻ്റർപ്രിട്ടേഷൻ വരും. അതിനു മുമ്പ് തന്നെ പറ്റിയാൽ അതിന് പോലും കാത്തു നിൽക്കാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ തന്നെ മുറവിളി കൂട്ടി കോൺഗ്രസ്സുകാർ പുറത്താക്കണമെന്ന്. ഈ കേസിൻ്റെ മെറിറ്റോ അല്ലെങ്കിൽ ഈ കേസിൻ്റെ യഥാർത്ഥ വിചാരണയോ നടക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാർ ഓൾറെഡി വിധി എഴുതി കഴിഞ്ഞതാണ്. ഈ ആരോപണം നിങ്ങൾ നോക്കുക. ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ആ നരാധവൻ ഇത് ആസൂത്രണം ചെയ്ത് മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് ഇട്ട് അവർ ഈ വിഷയം ഏറെ ചെയ്ത അന്ന് തന്നെ ഒരന്വേഷണം പോലും നടത്താതെ വിധി പ്രസ്താവം നടത്തി കഴിഞ്ഞു കേക്കച്ചൻ. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അടുത്ത നടപടി എന്തായിരുന്നു? പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്തു. MLA സ്ഥാനം രാജിവെപ്പിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹം രാജിവെക്കാതിരുന്നത് കൊണ്ട് അപ്രകാരം ഒരു രാജി ഉണ്ടായില്ല. അതിനുശേഷം വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുന്നത് കണ്ടപ്പോൾ ഇപ്രകാരം വീണ്ടും ഇവനെ അടിപടലം പറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്രകാരം വീണ്ടും പരിപാടികൾ കുരുക്കുമുറുക്കി. അത് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് ഈ അവസരത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ സമയത്ത് തന്നെ ഇട്ടുകൊടുത്തു. അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഇതിനെ വലിച്ചു നീട്ടി 13-ാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 9, 13 തീയതികളിൽ ഇത് പ്രയോജനപ്പെടണം. മറ്റ് സകല പോരായ്മകളിൽ നിന്നും കൊള്ളകളിൽ നിന്നും ശ്രദ്ധ തിരിക്കണം പറ്റിയ ഒരവസരമാക്കിക്കൊണ്ട് അവരതിനെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതവർ ഭംഗിയായി നിർവഹിക്കുന്നു. അക്കാര്യത്തിൽ അവർ വിജയിച്ചു എന്ന് വേണം തന്നെ പറയാൻ. കാരണം നോക്കുക, ഏത് ചാനലുകൾ എടുത്താലും ഈ വിഷയത്തിൽ കാണികൾ ലക്ഷങ്ങളാണ്. ഇമവെട്ടാതെ ഒരു ക്രൈം ത്രില്ലർ സിനിമ കാണുന്ന ആവേശത്തോടെ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കറിയാം സത്യം എന്താണെന്ന്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗീബൽസിയൻ വാർത്തകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരായാലും ഒന്ന് സംശയിച്ചു പോകും. എടാ, ഇവൻ ഇത്ര ഭീകരനാണോ? ഒരു ഇപ്രകാരം അയാൾ ഈ പരാതിക്കാരിയുമായി ഒരു സ്നേഹത്തിലായിരുന്നായിരിക്കാം, ബന്ധമുണ്ടായിരിക്കാം, ഈ പറഞ്ഞ പോലുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെ ഈ പറയുന്ന ഒരു മാനം കൊടുത്ത് ഇത്രയും സംഘടിതമായി വളഞ്ഞിട്ട് ആക്രമിക്കേണ്ടുന്ന ഒരാവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ മറ്റുള്ള ഇതിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഈ സർക്കാരിൽ തന്നെ ഉള്ള എത്രയേറെ ഇരിക്കുന്നു. കോൺഗ്രസ് പക്ഷത്താണെങ്കിലും ഇതൊക്കെ ആവേശപൂർവ്വം വിളിച്ചു പറയുന്ന, നാറിയനെ ചുമക്കരുത് എന്ന് പറയുന്ന അവന്മാർ എത്രത്തോളം നാറ്റമുള്ളവന്മാരാണ് എന്ന് നമ്മൾ അപഗ്രഥിക്കുമ്പോഴാണ് ഇതിനകത്തെ പൊള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നേരം ഇന്ന് ഈ വിധി ഉണ്ടാവുമ്പോൾ ഒരുപക്ഷെ വിധി എതിരായി പോയാൽ നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടത്തില്ലല്ലോ എന്ന് കരുതി അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാം. പക്ഷെ അതൊന്നും, ഇതിനേക്കാളും ഒക്കെ നല്ലത് ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനത്തിൽ തുടരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പുറത്തു വരിക, ഒരു പുതിയ സംവിധാനം തുടങ്ങുക എന്ന് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചോളം പേഴ്സണലി അത് ഒന്നും വലിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ പണി ചെയ്ത ഈ കോൺഗ്രസ്സുകാരെ നിങ്ങൾ വിടരുത്. പ്രിയമുള്ള ജനങ്ങളെ, ഈ വിഷയത്തെ ഇത്രത്തോളം ആളെ കത്തിച്ച് ഈ സാഹചര്യത്തിൽ ഇതുപോലൊരു അവസരമുണ്ടാക്കി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഭരണകൂടത്തിൻ്റെ അഴിമതികൾ പൊളിച്ചെടുക്കേണ്ടുന്നതിന് പകരം സ്വന്തം പാർട്ടിയിലെ സ്വന്തം നേതാവിനെ തകർക്കുവാൻ ശ്രമിച്ച ഇവന്മാരെ, അതിൻ്റെ പേരിൽ, ആ നടപടിയുടെ പേരിൽ തങ്ങൾ ഭയങ്കര ശക്തമാണ്, പരിശുദ്ധമാണ്, വളരെ ഉദാത്തമായ നടപടിയായിരുന്നു ഞാൻ എടുത്തത്, മാതൃകാപരമായൊരു നടപടിയായിരുന്നു എടുത്തത്, ഞാൻ തുടക്കത്തിലേ കണ്ടോ, ഞാൻ അന്നേരം തന്നെ നടപടിയെടുത്ത എൻ്റെ നിലപാട് എങ്ങനെയാണ്, മുടിഞ്ഞ നിലപാടാണ്, ഇതുപോലെ ആരെങ്കിലും ലോകത്തിൽ എടുത്തുണ്ടോ ഒക്കെ ചോദിക്കുമ്പോൾ ഇവനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവനെയും ഇവൻ്റെ സ്ഥാനാർത്ഥികളെയും ഈ പ്രസ്ഥാനത്തെ തന്നെ ഇതുപോലൊരു അപജയമുണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഒരുത്തൻ മാത്രമാണ്. അവൻ ഇപ്പോൾ ശകലം മയം വന്ന് അടങ്ങി നിന്ന് പുറകോട്ട് മാറി ഇവൻ്റെ ശിങ്കിടികളായ
ആദ്യമേ ഇറക്കിയ ആളുകളെ നമുക്കറിയാം. രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ മുരളീധരൻ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ഇവൻ്റെ കളിക്കൂട്ടുകാരി എറണാകുളത്തെ സാമ്പത്തിക തട്ടിപ്പുകാരി, ഇവരെയൊക്കെ ഇറക്കി വീണ്ടും വീണ്ടും രാഹുലിൻ്റെ രക്തത്തിനായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് എന്തു തന്നെയാണെങ്കിലും ഇതൊരു അന്തിമ വിധിയല്ല. ഇതൊരു മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള കോടതിയുടെ നിരീക്ഷണമാണ്, പെട്ടെന്നുള്ളൊരു നിരീക്ഷണമാണ്. അത് ഉറപ്പായും അത് ലഭിക്കാതിരിക്കുവാൻ വേണ്ടുന്ന സകല തന്ത്രങ്ങളും ഇന്നും മറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാന ആണി അടിക്കുക എന്ന ലക്ഷ്യത്തിൽ വീണ്ടും ഒരു പരാതിക്കാരിയെ ഇറക്കി ഒരു ബലാത്സംഗ കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്യും. അപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ ജാമ്യം ലഭിച്ചാൽ പോലും അവൻ വീണ്ടും രക്ഷപ്പെടരുത്. വീണ്ടും ഇതേ അവസ്ഥയിൽ തന്നെ മാറി നിൽക്കേണ്ടി വരും. വീണ്ടും ഇതുപോലെ ഒരു ബലാത്സംഗ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ വിട്ടുപിടിച്ച് ഇനി പതുക്കെ എന്ത് ചെയ്യും? അവരെ മുന്നിൽ നിർത്തി ഇതുപോലെ വീണ്ടും ഒരു 90 ദിവസം 100 ദിവസം ഇതേപോലെ കൊണ്ടുപോകാം. കേസ് രജിസ്റ്റർ കഴിഞ്ഞാൽ വീണ്ടും രാഹുലിന് മാറി നിൽക്കേണ്ടി വരും. വീണ്ടും ഇതുപോലെ കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് നീങ്ങേണ്ടി വരും. അപ്രകാരം ഒരു ബെയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിലും വീണ്ടും പറയും ഇതാ തൊട്ട് ദിവസം ഇതുപോലൊരു ബലാത്സംഗ കേസിൽ എടുത്തതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഓർക്കുക, ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് ഇപ്പോൾ ഇത് നടക്കുമ്പോൾ ഇനി അടുത്ത കേസ് കൊണ്ടുവരും. ഇങ്ങനെ ഇവനെ ഒരു കാരണവശാലും തലപൊക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തിക്കും. അന്നേരം ഇതിൻ്റെ പിന്നിലുള്ള എത്രത്തോളം തീവ്രമായ, ശക്തമായ, സംഘടിതമായ നീക്കമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോടതി മാത്രമാണ് ഏകരക്ഷ. ഇനി കോടതിക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഈ കള്ളക്കേസുകളിന്മേൽ കോടതിക്ക് എൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി. ഇപ്പോൾ ഈ സെഷൻസ് കോടതിയിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ അടുത്തത് ഹൈക്കോടതിയിൽ സമീപിക്കും. ഹൈക്കോടതിയിൽ ഇല്ലെങ്കിൽ സുപ്രീം കോടതി. ഇത് കോടതിയിൽ നിന്നും കൃത്യമായി ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇതൊരു നാടകമായിരുന്നു എന്ന് അത് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഇന്നാണോ നാളെയാണോ എന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. പക്ഷെ വിധി എന്തു തന്നെയായാലും ഇതിന്മേൽ പ്രിയമുള്ളവരെ, ഇത്രയും നാൾ ഈ യാഥാർത്ഥ്യം മനസ്സിലായി നിന്നവർ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്, ഇതൊരു ആത്യന്തികമായ വിധിയാണെന്ന് ദയവായി ആരും കരുതരുത്. ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നു, ഈ വിഷയത്തിൽ രാഹുലിന് നീതി തേടി ഞങ്ങൾ ആരംഭിച്ച ആ 250 മിഷൻ 250യുടെ 52ാം ദിനമായി ഇന്ന് ഉറപ്പായും ആ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന്മേൽ അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു വിധി ഇന്നുണ്ടാകും. അത് എന്തു തന്നെയാണെങ്കിലും അതൊരു അവസാന വിധിയല്ല. അത് അനുകൂലമാണെങ്കിൽ കൃത്യമായി കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ കാര്യങ്ങൾ ബോധ്യമായി എന്ന് വ്യക്തം. അതല്ല എങ്കിൽ ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ മാധ്യമ വിചാരണകളെല്ലാം ആ വിധിയെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്രകാരം സംഭവിച്ചാൽ പോലും വീണ്ടും അവസരങ്ങളുണ്ട്. ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. മേൽക്കോടതികളിൽ നിന്നും അനുകൂലമായൊരു വിധി ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണ് എന്ന് കൃത്യമായി ഇത് തെളിയിക്കപ്പെടും. അതുകൊണ്ട് കൂടെ ഉണ്ടാവണം ജനങ്ങൾ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകലരെയും നിങ്ങൾ തിരിച്ചറിയണം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അതനുസരിച്ച് ഞാൻ ഏറ്റവും ഊന്നി പറയുന്നത്, ഇതിനെല്ലാം വഴിമരുന്നിട്ട ഈ കോൺഗ്രസ്സുകാരെ, പ്രത്യേകിച്ച് ഈ വി.ഡി. സതീശനെ, അവൻ്റെ കൂടെ നിന്ന കെ മുരളീധരനെ, രാജ്മോഹൻ ഉണ്ണിത്താനെ, ഇവരുമായി ബന്ധപ്പെട്ട സകലരെയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കാൻ പറ്റുന്നത് ഇവന്മാരുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കണം. ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കൈ നിയന്ത്രണത്തിലല്ല. പോലീസ് സംവിധാനങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, കോടതി നമ്മുടെ നിയന്ത്രണത്തിലല്ല, മാധ്യമങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഇവിടെ സത്യം പുലരണമെങ്കിൽ, ഇതിന് ഒരു മറുപടി നൽകണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചൂലുകൊണ്ടല്ല, ചൂണ്ടുവിരൽ കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്നും മറക്കരുത്. ഇന്ന് ആ ഒരു നിങ്ങളേവരെയും പോലെ ആ ആകാംക്ഷയിൽ തന്നെയാണ് ഞാനും. വിധി എന്താവും എന്നതിനെക്കുറിച്ച്. വിധി എന്തുമാവട്ടെ,
നമ്മൾ തുടങ്ങിയ നമ്മുടെ ക്യാമ്പയിൻ ഇത്രയും വഷളത്തരം, ഇത്രയും നിന്ദ്യമായ പ്രവൃത്തി ചെയ്ത ഈ കേക്കച്ചനെ അവൻ്റെ മണ്ഡലത്തിൽ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആ ക്യാമ്പയിൻ നമ്മൾ തുടരുന്നു. മിഷൻ 250യുടെ 52ാം ദിനം. വിധി എന്ത് തന്നെയാവട്ടെ, അവസാന വിജയം നമ്മുടേതാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.